യെസ്, എല്ലാവർക്കും ദിശ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നിലവിൽ ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ടുള്ള ടർബോ ബാച്ച് നിങ്ങൾ യൂട്യൂബ് വഴി കാണുന്നുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ടർബോ ബാച്ചിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ വഴി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തു. നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ട ആളുകളാണെങ്കിൽ നിങ്ങളെ സജഷൻസും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. ഈ ടോപ്പിക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ട് ഞാനിത് എടുത്തു എന്ന് ചോദിച്ചാൽ, ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനും പറ്റും. അതായത് ഒരുപാട് എഫേർട്ടൊന്നും നമ്മൾ ഇവിടെ ഇടണ്ട. ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് റെക്കറിംഗ് ഡെസിമൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് അതിന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. വളരെ ചെറിയ, മാക്സിമം ഒരു 30 മിനിറ്റ് വരുന്ന ഒരു ക്ലാസ് മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്തിരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാൻ മറക്കാണ്ടിരിക്കുക. അതോ ഇതാണ് നല്ലതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനും വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ റെക്കറിംഗ് ഡെസിമൽ നമ്മളൊന്ന് പഠിക്കുന്നു, ഒരു 30 മിനിറ്റ് കൊണ്ട്. എന്നിട്ട് നിങ്ങൾ പിന്നീട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്ക് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ 1 മാർക്കെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സജഷൻസ് പറയാണ്ടിരിക്കാൻ മറക്കുക. ഓക്കെ, പറയാൻ മറക്കാണ്ടിരിക്കുക. ശരി. അപ്പോൾ റെക്കറിംഗ് ഡെസിമൽ എന്താണ്? റെക്കറിംഗ് ഡെസിമൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഡെസിമൽസ് എന്താണെന്ന് നമുക്കറിയാം. ഡെസിമൽ എന്താ? നമ്മളിതാ 3.1 ഒരു ഡെസിമലാണ്, 0.03 മറ്റൊരു ഡെസിമലാണ് അല്ലേ. അങ്ങനെ ഇവിടെ പോയിന്റ് വരുന്ന, പോയിന്റിന് ശേഷം നമ്പേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെസിമൽ എന്ന് വിളിക്കുക. ഇങ്ങനെ ഒരുപാട് ഡെസിമൽസ് ഈ ലോകത്തുണ്ട്. അതിലുള്ള ഒരു പ്രത്യേക തരം ഡെസിമലാണ് റെക്കറിംഗ് ഡെസിമൽ. ഇനി എന്താണ് റെക്കറിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് എൻഡ്ലെസ് ആണ്. അതിന് എൻഡില്ല, അത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ 3.1 എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 1-ൽ അവസാനിച്ചു അല്ലേ. അങ്ങനെ എൻഡ് ചെയ്യാതെ പോകുന്ന ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം? എൻഡ്ലെസ് ആണ്, അല്ലെങ്കിൽ റെക്കറിംഗ് ആണെന്ന് പറയാം. എൻഡ്ലെസ് ആയതുകൊണ്ട് മാത്രം റെക്കറിംഗ് ആവുന്നില്ല കേട്ടോ. ഇനി എൻഡ്ലെസ് എന്നുള്ളതിന് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്ന ടേം ഉണ്ട്. ആ ടേം ആണ് നോൺ ടെർമിനേറ്റിംഗ്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിക്കുക. നമ്മളെ ടെർമിനലില്ലേ, ഈ ട്രെയിനൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനൊക്കെ നിൽക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യാത്തതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ നോൺ ടെർമിനേറ്റിംഗ് ആരാണ് ചോദിക്കാം. ഓക്കെ, ഇനി എൻഡ്ലെസ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 0.3333 എക്സെട്ര. കണ്ടോ, എൻഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുത്തിട്ട് കൊടുത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അത് പ്രഡിക്റ്റബിൾ ആയിരിക്കണം. എന്താ പ്രഡിക്റ്റബിൾ? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം. ഗസ് അല്ല, നമുക്ക് അടുത്തത് പ്രവചിക്കാൻ പറ്റണം. ഞാനിങ്ങനെ 0.3333 എന്ന് എഴുതി, ഞാൻ കുത്തിടുന്നതിന് വരെ അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറയാൻ പറ്റും അടുത്ത നമ്പർ 3 ആണ്, അതിൻ്റെ അടുത്ത നമ്പർ 3 ആണ്. അപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാരാ? അത് തീർച്ചയായിട്ടും റെക്കറിംഗ് ഡെസിമൽ ആണ്. ഈ റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും എന്ന് ഓർത്തോളാം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. റാഷണൽ നമ്പറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തൽക്കാലം ഓർത്ത് വെക്കുക, റെക്കറിംഗ് ഡെസിമൽ ഒരു റാഷണൽ നമ്പറും കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റെക്കറിംഗ് ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വരാൻ പോകുന്നത്. അത് നമുക്ക് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 4.272727 എക്സെട്ര, ഇത് റെക്കറിംഗ് ആണോ അല്ലയോ? നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? റെക്കറിംഗ് ആണ് അല്ലെ. എന്തുകൊണ്ടാ? ഇത് എൻഡ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അടുത്ത പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. 27 കഴിഞ്ഞ് അടുത്താരായിരിക്കും? 2 ആയിരിക്കും. അടുത്താരായിരിക്കും? 7 ആയിരിക്കും. അടുത്താരായിരിക്കും? 2 ആയിരിക്കും. അടുത്തത് 7 ആയിരിക്കും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇതും എന്താണ്? റെക്കറിംഗ് ഡെസിമൽ ആണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, 3.867867 ഇത് റെക്കറിംഗ് ആണോ അല്ലയോ? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, ഇനി റെക്കറിംഗ് ഡെസിമൽ ഇങ്ങനെ നീട്ടി എഴുതാൻ മടിയായതുകൊണ്ട് തന്നെ, അതായത് ഇങ്ങനെ വലിച്ചു നീട്ടി ഇത്ര എഴുതണ്ടേ, അത്ര എഴുതുമ്പോൾ മഷി നഷ്ടമാണ്, സമയവും നഷ്ടമാണ്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഡെസിമലിനെ നമ്മൾ കുറച്ച് ചെറുതാക്കി, ഷോർട്ടാക്കി എഴുതും. എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കിയോ, 4.272727 എക്സെട്ര. ഇതിലെന്താ പ്രത്യേകത? ഇതിലൊരു 4 ഉണ്ട്, അതെന്തായാലും നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. അത് കഴിഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതും നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. പക്ഷെ ഇത്രയും 27 നമ്മൾ എഴുതണോ? 27 ഇത്ര തവണ എഴുതണോ? വേണ്ട. അതിന് പകരം ഞാൻ എഴുതാൻ പോകുന്നത് 27 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടേ എന്ന് എഴുതും. 27 ഒരു വട്ടം ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വട്ടം ഇട്ടിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടേ എന്ന് എഴുതാം. പക്ഷെ അതൊരു പ്രൊഫഷണൽ ടച്ച് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു വരടാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ തൽക്കാലം ഇതിന് ബാർ എന്ന് പറഞ്ഞാൽ മതി.
ഇത് 4.27 ബാർ. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 4 പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആ ബാറിന് താഴെയുള്ള ആ വരയ്ക്ക് താഴെയുള്ള നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 27, 27 എക്സെട്ര എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ 3.8 മുകളിൽ ഈ ബാർ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഓക്കെ, എന്തായിരിക്കും? 3.8 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 4.71 അതിൽ 1ന്റെ മുകളിൽ മാത്രമേ ഈ വരയുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? 4.7 കഴിഞ്ഞിട്ട് 1 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെക്കറിംഗ് ഡെസിമൽ എന്ന് വിളിക്കുക. ഇനി റെക്കറിംഗ് ഡെസിമൽ ഞാൻ പറഞ്ഞ ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഒരു കാര്യം അതിനിടയിൽ എനിക്ക് പറയാനുണ്ട്. അത് നമ്മുടെ ദിശ അക്കാദമി നിലവിൽ യൂട്യൂബിലെ കോഴ്സിന്റെ കൂടെ തന്നെ ഓൺലൈനായിട്ട് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ അടുത്ത ദിവസം അവർക്ക് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. ഇനിയും വൈകിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യാണ്ടിരിക്കുക? സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഒരു ടൈം കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക, ആ ഒരു പൈസ കൊടുക്കണ്ടേ, ഒരു 10,000-3000 രൂപ കൊടുക്കണ്ടേ എന്നുള്ളതായിരിക്കും നമ്മളെ പ്രശ്നം. അല്ലെങ്കിൽ ഇത്രയും ടൈം ഞാൻ കൊടുക്കണ്ടേന്നായിരിക്കും. നിങ്ങളെ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവസരം തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എക്സാം ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായി ഓർഡറിൽ എല്ലാ ദിവസവും കൃത്യമായി ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടർബോ ബാച്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കോഴ്സസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കോഴ്സസ് എടുക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് തിരക്കിലുള്ള അധ്യാപകരാണ്. നമുക്ക് ഓഫ്ലൈനും ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞുള്ള സമയമാണ് നമ്മൾ യൂട്യൂബിന് വേണ്ടി മാറ്റി വെക്കുന്നത്. നമ്മളെ കാര്യം മാത്രമല്ല, യൂട്യൂബിലുള്ള എല്ലാ അധ്യാപകരുടെയും സാഹചര്യം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കോഴ്സുകൾ ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ പ്രയോറിറ്റിയായി മാറാണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും അടുത്ത ക്ലാസ് ഉണ്ടാവുക. ആ ഒരു കണ്ടിന്യൂറ്റിന്റെ പ്രശ്നം ഉണ്ടാവുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു കോഴ്സ് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 299 അല്ല 2999 അല്ല, ഓഫേഴ്സിലൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ കോഴ്സ് എടുക്കുക. ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ വളരെ കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളൂ, അത് പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസം, എങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ഒരു കാര്യം എനിക്ക് അവിടെ പറയാനുള്ളത്, എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഒരു ഇങ്ങനത്തെ ഒരു റെക്കറിംഗ് ഡെസിമൽ തരും. എന്നിട്ട് ആ റെക്കറിംഗ് ഡെസിമലിനെ ഞാൻ RD എന്നാണ് എഴുതുന്നത്. റെക്കറിംഗ് ഡെസിമലിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറയും. ഫ്രാക്ഷൻ ഒരു ഭിന്നസംഖ്യ ആക്കാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ വൾഗർ ഫ്രാക്ഷൻ എന്നൊക്കെ പറയും. നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഒരു ഫ്രാക്ഷൻ ആക്കാൻ പറയും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ 0.3333 എക്സെട്ര അതിനൊരു ഫ്രാക്ഷൻ ആക്കി തരാൻ പറയും. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് 1/3 ആണ് അതിന്റെ ഫ്രാക്ഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റണം. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് 0.23 ബാർ. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റണം. ഇനി അടുത്തതായിട്ട് 0.67 ബാർ. കണ്ടോ, ഒരെണ്ണം മാത്രം റിപ്പീറ്റ് ചെയ്യുന്നു, ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് 0.231 ബാർ. 3 ഡിജിറ്റ്സ് ഉണ്ട്, ഡെസിമൽ കഴിഞ്ഞിട്ട് 3 റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്തത് 0.821 ബാർ. ഓക്കെ, അടുത്തത് 3.3 ബാർ. ഇത്രയും സാധനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷനോ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഡെറിവേഷനോ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. 0.23 ഈക്വൽ ടു 0.23 ബാർ എന്ന് പറഞ്ഞാൽ 0.232323 ആണെന്നും അതിന് ഇവിടെ y എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. y എന്ന് കൊടുത്തിട്ട് y ഈക്വൽ ടു 0.2323 എക്സെട്ര എന്ന് കൊടുത്തു, 100y എടുത്തു, അപ്പോൾ ഇവിടെ 23 പോയിന്റ് ആയി. അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല, അതിനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല, എക്സാം ഹാളിൽ ഇല്ല. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 0.67 ബാർ, മുകളിലും 2 നമ്പറിനും ബാർ. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്
ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഉത്തരത്തിൽ ആ റിപ്പീറ്റ് ചെയ്യുന്ന 2 നമ്പർ എഴുതണം. 67 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9 നിങ്ങൾ എഴുതണം. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാ? 67/99. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 0.26 ബാർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 26/99. അവിടെ രണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ 2 9 ഇട്ടിട്ടുണ്ടാവണം. ഇതാണ് അവിടുത്തെ ഐഡിയ. ശരി, അടുത്ത ഒരു ഐഡിയ. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? 3 ഡിജിറ്റ്സ് വരുന്ന 0.342 343 ആയിക്കോട്ടെ. 343 നമുക്ക് പരിചയമുള്ള നമ്പറാണ്. 343 7 ക്യൂബാ. പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 0.343 എങ്ങനെയാ? 343 ബാർ ഇവിടെ എങ്ങനെ വരും? ഇവിടെ നമ്മൾ റൂൾ എങ്ങനെ വരും? 343 ആ 3ഉം 4ഉം 3ഉം അവരെല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരെയും മുകളിൽ വരയുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. 343 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 3 നമ്പേഴ്സ്. അതുകൊണ്ട് 3 9 നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നോക്കണം മുകളിലും താഴെയൊക്കെ 3 ഉണ്ടോ? കട്ട് ചെയ്ത് പോകാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കട്ട് ചെയ്ത് പോകാൻ ആരുമില്ല. ഇവിടെ മുകളിലാകെ എത്ര? 7 ക്യൂബ്. 7 മാത്രമേ ഉള്ളൂ. താഴെ ഇതിൽ 7 ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താവില്ല? കട്ട് ചെയ്ത് പോകില്ല. കട്ട് ചെയ്ത് പോകുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അത് മറന്നു പോരുത് കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ 0.3 ബാർ അല്ലെങ്കിൽ 0.33 ബാർ എല്ലാം സെയിമാ. 0.3 ബാർ ആരാ? 0.3 ബാർ എന്ന് പറഞ്ഞാൽ 0.33333 3 റിപ്പീറ്റ് ചെയ്യും. 0.33 ബാറോ? അതോ തന്നെ 0.33 റിപ്പീറ്റ് ചെയ്യും. അത് നമുക്ക് മനസ്സിലാവോ? ഇല്ല, രണ്ടും ഒരേപോലെ ഉണ്ടാവും. അപ്പൊ 0.33 ബാർ അല്ലെങ്കിൽ 3 ബാർ അത് എങ്ങനെ കണ്ടുപിടിക്കും? എന്താ ചെയ്യേണ്ടത്? 33 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ 2 9 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ നോക്കിയേ, മുകളിൽ എത്ര 3 ഉണ്ട്? മുകളിൽ എത്ര? 33 ഉണ്ട്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നോക്കുന്നത് മുകളിൽ 1/33, താഴെ 3/33. അപ്പോൾ മുകളിൽ 1 ബാക്കി, താഴെ 3 ബാക്കി. 1/3 ആയിരിക്കും അവിടുത്തെ ഉത്തരം. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കിയാൽ 1/3 അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കിട്ടാൻ പോകുന്നത് 0.333 എക്സെട്ര എന്നായിരിക്കും. ഓക്കെ, യെസ്. ശരി, ഇനി നിങ്ങൾ ഇതും അടിച്ചു നോക്കണം കേട്ടോ. കാൽക്കുലേറ്റർ എടുത്തിട്ട് 26/99 അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 0.262626 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണെ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത ടൈപ്പ് എന്താ? 0.821 ബാർ. ഒരെണ്ണമേ വേണ്ട, 2 എണ്ണം ആയിക്കോട്ടെ. 0.821 ബാർ 2 എണ്ണമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ 8 എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോഴും നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 821 എഴുതി വെക്കുക. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? 8 റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ റിപ്പീറ്റ് ചെയ്യാത്ത ആളെ ഇതിനകത്ത് നിന്ന് കുറച്ച് കളയണം. 821 8 കുറയ്ക്കണം. ഡിവൈഡഡ് ബൈ ഇവിടെ 2 നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതണം? 2 9 എഴുതണം. എത്രയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9 എഴുതണം. റിപ്പീറ്റ് ചെയ്യാത്ത ഒരുത്തിനും കൂടെ ഇല്ലേ ഇവിടെ? അവനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു 0 ഇട്ടേക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു 9 ആയിട്ട് കൊടുക്കേണ്ടത് ഡിനോമിനേറ്ററിൽ. നോൺ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടോ, നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 813/990. അപ്പൊ നിങ്ങൾ നോക്കിയേ, 8 1 9 3 12. മുകളിലുള്ളതിന്റെ ഡിജിറ്റ്സ് 12, താഴെ 9 9 18. അത് 2 എടുത്തു ആരുണ്ട്? 3 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. മുകളിലും താഴെ 3 ഉണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ചെറുതാക്കണം. 813 എത്ര 3 ഉണ്ട്? 813 എത്ര ഉണ്ടടാ? 81 27 271 271 3 813 ഉണ്ടാവുക. ബൈ 990 എത്ര 3 ഉണ്ട്? 330. അപ്പൊ ഇതാണ് നമ്മൾ ഉത്തരം വരിക. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. 271/330 ചെയ്ത ഉത്തരം കിട്ടും എന്നുള്ളത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. 0.761 ബാർ. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ആകെ ഒരു ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. എങ്ങനെ എഴുതേണ്ടതാ? 761 അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തതാരാ? 76. 76 അതിൻ്റെ അകത്ത് നിന്ന് കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ എത്ര നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9 എഴുതുക. എത്ര നമ്പറുകളാണോ റിപ്പീറ്റ് ചെയ്യാത്തത് അത്രയും 0 എഴുതുക. അപ്പൊ 761 - 76. 760 - 70 690. 690 691 685.
685/900 എന്ന് കിട്ടും. 5 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 900-ലുള്ള 5 900-ൽ 185 ഉണ്ട്. 685 കാണാൻ നിങ്ങൾ നേരെ ഇരട്ടി എടുത്താൽ മതി. 600-ന്റെ ഇരട്ടി 1200, 1200 പിന്നെ 80-ന്റെ ഇരട്ടി 160, 1360, 1370, 137. അപ്പൊ 137/180 ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ എങ്ങനെ ഇത് കട്ട് ചെയ്ത് നോക്കാം? നമ്മൾ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കാൻ മറക്കാണ്ടിരിക്കുക. ശരി, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ കിട്ടാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? 0 പോയിന്റിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നത് അല്ലെ? ഇനി അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് 3 പോയിന്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിന്റ് ഉള്ള ഒരു വാല്യൂ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പുറത്ത് 0 അല്ലാതെ മറ്റൊരാൾ വന്നാൽ 10.61 ബാർ ഇങ്ങനെ വന്നാൽ അതിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ 10നെ അങ്ങ് മാറ്റി നിർത്തുക. 10 പ്ലസ് 0.61 ബാർ കണ്ടുപിടിക്കുക. അതാണല്ലോ 10.61 എന്ന് പറയുന്നത്. ഈക്വൽ ടു 10 പ്ലസ് ഈ 0.61 ബാർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം 61/99. എന്നിട്ട് അതങ്ങ് ആഡ് ചെയ്താൽ മതി. 99 × 10 എങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? 99 × 10 പ്ലസ് 61/99 ഈക്വൽ ടു 99 × 10 990, 990ഉം 60ഉം 1050, 1051/99. ഇതായിരിക്കും ആൻസർ. അപ്പൊ ഇതിങ്ങനെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത് 10.616161 എക്സെട്ര ആയിരിക്കും. അപ്പൊ ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കുക, ഈ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് നമ്മളിത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. യെസ്, അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ എന്താണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ആളാരാ? 0.0234 ആണ്. 0.0234 ആണ്. അതിൽ 234ന്റെ മുകളിൽ മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ആ ലൈൻ കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതുക? 4 ആൾക്കാരുണ്ട്. ആരാ? 0234. പക്ഷെ 0 ആദ്യം എഴുതണമെന്നില്ല. 234 റിപ്പീറ്റ് ചെയ്യുന്നത് 0.234 ഉണ്ട്. ആ 0.234 അങ്ങനെ തന്നെ എഴുതി. മൈനസ് റിപ്പീറ്റ് ചെയ്യാത്ത ആരാ? 0 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 നമ്പർ. ഈ 2, 3, 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 3, 9 എഴുതണം. പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തായിട്ട് ഒരാളുണ്ട്, അയാൾക്ക് വേണ്ടിയിട്ട് ഒരു 0യും കൂടെ എഴുതണം. അപ്പൊ നമ്മൾ ഉത്തരം 234/999 അതായത് 9999 വരും. ഇവിടെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇവിടെ 2, 3, 5, 4, 9 ഉണ്ട്. താഴെ 9 ഉണ്ട്. അപ്പൊ നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 9 വെച്ച് കട്ട് ചെയ്താൽ 23-ൽ എത്ര 9 ഉണ്ട്? 23-ൽ 2 9 18. ബാക്കി 5. 54-ൽ എത്ര 9 ഉണ്ട്? 6 9. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ പിന്നെ മൊത്തം 9 അല്ലേ? ഒരു 9 പോയ ഇവിടുന്ന് 9 പോയാൽ 1 1 1 1 1 1 പിന്നെയോ ഒരു 0. ശരി, ഇതിനെ ഇനിയും ചെറുതാക്കാം. 2 അടുത്ത് 2 ഉണ്ട്. 2 വെച്ച് കട്ട് ചെയ്ത് നോക്കിയേ. 26-ൽ എന്ന് പറഞ്ഞാൽ 13 2. താഴെയോ 555 2. ഓക്കെ, അപ്പൊ 13/555. ഇനി ചെറുതാവില്ല, കാരണം മുകളുള്ളത് ഫ്രാക്ഷൻ ആണ്, മുകളുള്ളത് പ്രൈം നമ്പർ ആണ്. അപ്പൊ 13/555 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ശരി, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. നമ്മൾ ചെയ്ത ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 0.623 ബാർ. അവിടെ 2-ന്റെയും 3-ന്റെയും മുകളിൽ മാത്രമാണ് വരേണ്ടത്. എഴുതാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടി പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരി, അടുത്ത ക്വസ്റ്റ്യനും 0.18ന്റെ മുകളിൽ മാത്രമാണ് ബാർ ഉള്ളത്. കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കുറച്ച് സമയം ക്ലാസ് കണ്ടപ്പോഴേക്കും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്ലാസ്സസ് കുറച്ച് സമയം കാണുക, ബാക്കി സമയം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്താൽ പിന്നെ ആ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യില്ല? മറക്കില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. എന്താ ക്വസ്റ്റ്യൻ? എക്സ്പ്രസ് 7/11 ഇൻ ദ ഫോം ഓഫ് ഡെസിമൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ അറിയാമോ? നേരെ ഹരിച്ചാൽ മതി. നിങ്ങൾ ഹരിക്കാൻ അറിയാലോ, നേരെ ഹരിച്ചാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഒരുപാട് ഫ്രാക്ഷൻസിന്റെ വാല്യൂസ്. അപ്പോൾ 7/11 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് 0.636363 എക്സെട്ര ആയിരിക്കും. അതായത് 0.63 ബാർ. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഞാൻ വിട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള സെഷൻസ് കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തൽക്കാലത്തേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.